വീഡിയോസൊക്കെ ഒരുപാട് വൈറലായാണല്ലോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മീനുകളും കടലിലെ മറ്റ് ജീവികളൊക്കെ തീരത്തോട്ട് അടിഞ്ഞെന്ന് വരുമ്പോൾ അത് കാണാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് ശരി. ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് പറഞ്ഞാലും ഏതിലായാലും ഈ സംഭവങ്ങളുടെ വിഷ്വൽസ് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒറിജിനൽ വിഷ്വൽസ് പോയിട്ട് ന്യൂസ് ചാനൽസിൻ്റെ ആയാലും അല്ലാതെ ഈ റിയാക്ഷൻ പേജുകൾ അങ്ങനെ എല്ലാവരും ഇത് പക്ഷേ ആൾക്ക് കാണാനൊരു ത്വര ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുക. എത്ര റീച്ച് ഉണ്ടായിരുന്നു, വൈറലായ കണ്ടന്റ് തന്നെയാണത്. ആ ടൈമിൽ വന്ന വീഡിയോ ആംഗ്ലർ ഫിഷിൻ്റെ. ആംഗ്ലർ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഡീപ് സീയിൽ ഡീപ് സീ എക്കോസിസ്റ്റത്തിൽ കണ്ടുവരുന്നതാണ്. അപ്പം അവിടുത്തെ ഒരു പ്രഡേറ്റർ അവിടെ മാത്രമേ അതിന് ലൈക്ക് ഹണ്ട് ചെയ്യാനുള്ള ഇൻസ്റ്റിങ്സ് ഉള്ളൂ. മേലോട്ട് വന്ന സർവൈവ് ചെയ്യാൻ ഉള്ള ഇതൊന്നും ഇല്ലാത്തൊരു ആ വിഷ്വല് നല്ല വൈറലായിരുന്നു. അതായത് ഞാൻ കരുതിയിരുന്നത് ഇത് അത്യാവശ്യം സൈസുള്ള ഒരു ഫിഷാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്ത് വീഡിയോ വന്നപ്പോഴാണ് അതിൻ്റെ കോമിക്സിലൊക്കെ ഇതിനെ കാണിച്ചേക്കുന്നത് നല്ല സൈസ് ഉള്ളതായിട്ടാണ്. തലയിലൊരു ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ആ ലൈറ്റ് വെച്ച് അട്രാക്ട് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫർ പുള്ളി പകർത്തിയ ഇതിലാന്ന് ഇപ്പോൾ ആ വീഡിയോ പുറത്ത് വന്നതും ഇത്രയും പേര് അറിഞ്ഞത്. ഇത് ഈ ഡേ ലൈറ്റ് ആയിട്ട് ഒട്ടും ഇന്ററാക്ട് ചെയ്യാത്തൊരു സാധനം. എന്നുവെച്ചാൽ ഈ ഡീപ് സീൽ ആ ഇരുട്ടിൽ സ്വന്തം എന്തുവാണ് പ്രേയിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ക്യാമഫ്ലേജ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത് മേല് വന്നാൽ ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ചത്തും തോന്നുന്നു വന്നിട്ട് പിന്നീട് അത് ചാവുകയാണ് ഉണ്ടായത്. അത് എന്തായാലും സർവൈവ് ചെയ്യില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഒരു മിത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത് ലൈക്ക് ഏതാന്ന് എനിക്കറിയില്ല. ഒരു മിത്തിനകത്ത് പറയുന്നത് ഇത് സണ്ണിനെ കാണാൻ വേണ്ടി പുറത്തു വരുന്നതാ എന്നൊരു ഇത് പറയുന്നുണ്ട്. അത് എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അറിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഓർഫിഷിന്റെ വീഡിയോ വരുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതി, വേറൊരു രീതിയിൽ വ്യത്യസ്തമായൊരു സിൽവർ കളറിൽ മാത്രമല്ല ഇപ്പം എല്ലാ ഫിഷിനും ആ കളറാണ്. ഇത് ഒരു ഷൈനി ബോഡി, പിന്നെ തലയിലൊരു പൂ പോലത്തെ ഒരു സാധനം. പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കണ്ട ഒരു പാമ്പിനെ പോലെയൊക്കെ തോന്നുന്നു പറയാം. കടൽ പാമ്പ് ഈലിന്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് വരുന്ന ഒരു സാധനം. പക്ഷേ ഇതിന് മുന്നേ ഇപ്പൊ വന്നത് ചെറുതാ. പക്ഷെ ഇതിന് മുന്നേ വന്നതെല്ലാം മറ്റേ ഏജ്ഡ് ആയിട്ട് ഡെഡ് ആയ സമയത്ത് സർഫസിൽ അടിഞ്ഞതിനെയൊക്കെ കണ്ടിട്ടുള്ളത്. അത് ഈ ഫിഷിങ്ങിന് പോകുന്നവരും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. ഒന്നെങ്കിൽ ഡെഡ് അങ്ങനെ വരുന്നത്. എന്നുവെച്ചാൽ ഇതിനും സർഫസിൽ സർവൈവ് ചെയ്യാൻ ഒരു ഇതില്ലാത്ത ഫിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലായിരുന്നു. ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഭയമൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം, പ്രത്യേകിച്ച് ജപ്പാൻകാരുടെ. അപ്പം അതിനിപ്പം അവരുടെ ഇതിൽ വ്യക്തമായൊരു കാരണമുണ്ടെന്ന് വെച്ചാൽ അവരാണ് ഇതിന് ഡൂംസ്ഡേ ഫിഷ് എന്ന് ലൈക്ക് ഒരു പേരിട്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ലെജൻസിലെല്ലാം എഴുതിയിരിക്കുന്നത് ഇതിനെ കരയ്ക്ക് കാണുന്നത് എന്തോ വലുത് വരാൻ പോണു, എന്തോ ഡിസാസ്റ്റർ വരാൻ പോണു എന്നൊരിതിലാണ്. അപ്പം അത് ഇപ്പോൾ ലൈക്ക് 2011 സുനാമി വരുന്നതിന് തൊട്ട് മുന്നേ ഇതിനവർ ഷോറിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര വലിയൊരു അതിനെപ്പറ്റി അറിയാം. അതായത് ഇവർ വിശ്വസിക്കുന്നത് കടലിലെ ദേവന്റെ അടുത്ത് നിന്നും ഒരു ദൂതുമായിട്ട് വരുന്നൊരു മീനായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇപ്പം അരവിന്ദ് പറഞ്ഞ പോലെ 2011 സുനാമിക്ക് തൊട്ട് മുമ്പായിട്ട് ഇവർ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സുനാമിയും ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ജപ്പാൻകാരുടെ വിശ്വാസം അനുസരിച്ച് ഇതിനെ തീരത്തൊക്കെ കണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ആ വിശ്വാസം കുറച്ചുകൂടെ ഒന്ന് ഉറച്ചത്. അതുകൊണ്ട് അവരിപ്പോഴും അതിൽ തന്നെ വിശ്വസിക്കുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനെ ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയുന്നത് അല്ലേ? അതിനൊക്കെ പുറമെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉള്ള ഒരു ഫിഷ് ഇപ്പം ലൈക്ക് ഓർ ഫിഷ്. ബാക്കിയുള്ള ഫിഷ് ഹൊറിസോണ്ടലി അല്ലേ നീന്തുന്നത്, ഇത് വെർട്ടിക്കലി നീന്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ലോങ്ങസ്റ്റ് ബോണി ഫിഷ്. അങ്ങനെ അതുപോലെ ഈ ഓർഫിഷിൻ്റെ വലിപ്പം വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടെത്തിയ ഒരു ഓർഫിഷിൻ്റെ നീളം ഏകദേശം 36 അടി ഉണ്ടായിരുന്നു. വെയിറ്റും അത്ര തന്നെ, ഏകദേശം 260 കിലോ എന്തോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതെ, 260 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കരക്കടിഞ്ഞ ഓർഫിഷിലെ ലൈക്ക് വളരെ ചെറുതായിരുന്നു. അത്രയും കൈകൊണ്ട് എടുത്ത് ആണ് കാണിക്കുന്നത്. അതെ, അത്രയും ചെറിയ ഓർഫിഷ് സർഫേസിൽ വരുന്ന ആദ്യമായിട്ടാണ് ഇതുവരെ. എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ എങ്ങും റെക്കോർഡ് ചെയ്തിട്ടില്ല ജീവനോടെ. അതെ അതെ, വളരെ റെയറായിട്ട് മാത്രമേ ഇതിനെ ജീവനോടെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് 2010 തോന്നുന്നു ഇപ്പോൾ ഇത് വന്നതിൻ്റെ ഒരു
എന്താണ് എവിഡൻസ് ആയിട്ട് ഒരു വീഡിയോ ഉള്ളത്. ാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കിട്ടുന്നത് അപ്പോഴാണ്. ഓക്കെ, അതിന് മുന്നേ വന്നിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. ഇപ്പോൾ ഓർഫിഷിൻ്റെ ജീവിത രീതികളോ കാര്യങ്ങളോ ഒന്നും നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായിട്ട്. പഴയ കാലങ്ങളിൽ പെയിൻറ്റിങ്ങുകളിലും ചിത്രങ്ങളിലും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അന്ന് കടലിൽ പോയവർ ഇതിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതിൻ്റെ തെളിവായിട്ടാണ് അവരത് ചിത്രങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അത് ശരിയാ. അപ്പോൾ ഈ ജാപ്പനീസ് ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ കണ്ടിട്ടുണ്ടോണ്ടായിരിക്കുമല്ലോ അതിനെപ്പറ്റി അന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചത്. പക്ഷെ അന്ന് അവരും പേടിയോടെ തന്നെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ഇവരുടെ കപ്പലിനെ ആക്രമിക്കാൻ വരുന്ന ഒരു ഇതായിട്ടൊക്കെയാണ് അവരതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടിപ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ഭീതി വന്നില്ലേ, ഇപ്പം ഈ പഴയ കഥകൾ അറിഞ്ഞിട്ടും ഈ വീഡിയോസൊക്കെ. അപ്പം അന്നും ആൾക്കാർ ഇതേ ഒരു മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ആർക്കും അറിയില്ലല്ലോ. ഇപ്പം ഈ 2011 സുനാമി എന്നൊരു സാധനം മാറ്റി നിർത്തിയ വേറെ ഇതിന് മുന്നേ വന്ന ഈ ഡിസാസ്റ്റേഴ്സിന് മുന്നേ ഒക്കെ ഇതിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, ജപ്പാൻകാരുടെ വിശ്വാസം തന്നെയാണ്. അതെ. അതുപോലെ തന്നെയാണ് ഇപ്പം ഒഡീഷ തീരത്ത് ആമകൾ വന്നത് കൂട്ടത്തോടെ. അതും ഒരു കടലിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലേ? പക്ഷേ അല്ല, അതിപ്പം എല്ലാ വർഷവും സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണത്. ഇപ്പം ഒലീവ് റിഡ്ലി ടർട്ടിൽസ് അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ടർട്ടിൽസ്, അത് അവർ കരയിൽ മേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ഈ വർഷം അത് ന്യൂസ് ആയതെന്ന് വെച്ചാൽ സാറിന് എല്ലാ ഇയറും വരുന്നതിനെക്കാട്ടി ഒരു റെക്കോർഡ് നമ്പർ ആണ് വന്നത്. എനിക്കൊന്ന് 6,40,000 അങ്ങനെ എന്തോ. ആ വീഡിയോയിലും കാണാൻ പറ്റും, ഒരു കടൽ തീരം മുഴുവൻ ഈ ആമകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം അത് ഒരു പിന്നെ വേറൊരു സർപ്രൈസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടും ഇത്ര എണ്ണത്തിന് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവരിവിടെ വന്ന് മേറ്റ് ചെയ്തിട്ട് മുട്ട ഇട്ടിട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം അടുത്തുണ്ടായ ന്യൂസ്, കൊല്ലത്ത് വെയിൽ ഷാർക്ക് വന്നെന്നുള്ളത് കായലിൽ. അതിനെപ്പറ്റി ഇപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കടലിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ജീവി ഈ ഷാർക്കും ഈ വെയിൽ ഷാർക്കും വെയിലുമാണ്. അപ്പം കടലിൽ എന്ത് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അവർ തീരത്തോട്ട് നീന്താനേ നോക്കത്തു. ഈ വെയിൽ ഷാർക്ക് വന്നെന്ന് പറയുന്നത് ഉൾക്കടലിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. ഇവിടെ അല്ല, അവര് പറയുന്നതില്ലേ എല്ലാ വർഷവും ഇവർ വരാറുണ്ട്. ഒരു വെയിൽ ഷാർക്കുകൾ ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ തീരത്തോട്ട് വരാറുണ്ട്. പക്ഷെ ഈ തവണയാണ് റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വന്നത്. ഇപ്പം സാധാരണ വന്നാലും കടൽ തീരത്താണ് കാണാറ്. ഇത് കായലിലോട്ട് കയറിയതും ചത്തുപോയി. അതായത് ഒരു ഡേ സർവൈവ് ചെയ്തില്ലാന്ന് തോന്നുന്നു. കായലിലേക്ക് കയറുന്നു, പിന്നീട് രാത്രിയോടുകൂടി ചാവുകയാണ് ഉണ്ടായത്. അപ്പം അതുപോലെ തന്നെയായിരുന്നു കൊച്ചുവേളിയിൽ ഈ ഇടയ്ക്കൊരു തിമിംഗലം. ഓക്കെ, അതും വെയിൽ ഷാർക്ക് തന്നെയാണ്. അത് 2 എണ്ണം. അത് പക്ഷേ തീരത്തോട്ട് വന്നതല്ല, മത്സ്യബന്ധനത്തിന് പോയൊരു ബോട്ടിൽ വലയിൽ കുടുങ്ങിയതാണ് ഈ 2 വെയിൽ ഷാർക്ക്. ഒന്നിനെ അവർ ഉൾക്കടലിൽ വെച്ച് തന്നെ റിലീസ് ചെയ്തു, മറ്റേത് ബോട്ടിനോടൊപ്പം വലയോടൊപ്പം തീരത്ത് വന്നതാണ്. അതിനെ തിരിച്ചയക്കാൻ പാടുപെട്ടതും പിന്നീട് കയറ് കെട്ടി ബോട്ടിൽ വലിച്ചു കൊണ്ടുപോയിട്ട് ഉൾക്കടലിൽ റിലീസ് ചെയ്യാനുണ്ടായത്. ഏകദേശം 12 മണിക്കൂർ അത്രയും ടൈം എടുത്താണ് അവർ തിരിച്ചയച്ചത് ഇതിനെ. അപ്പോൾ ഈ കടലിൽ നിന്ന് ജീവികൾ തീരത്തേക്ക് വരുന്നത്, ഉൾക്കടലിൽ നിന്ന് തീരത്തോട്ട് വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ആദ്യം ബാധിക്കുന്നത് കടലിനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പം അരവിന്ദ് നേരത്തെ പറഞ്ഞ പോലെ ഉൾക്കടലിലെ മീനുകൾക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതും അത് തീരത്തേക്ക് അടിയുന്നതും. തീരം നടക്കുന്നതിനകത്ത് പുതുതായിട്ട് വന്നത് ആംഗ്ലർ ഫിഷും ഫിഷും മാത്രമല്ലേ ഉള്ളൂ. ഇനിയും ഓരോരുത്തർ വരാൻ റെഡി നിൽക്കുമായിരിക്കും. ഇനി കടലിൽ ഒരുപാടുണ്ടല്ലോ. ഇനി ഏതെങ്കിലുമൊക്കെ വരട്ടെ നമുക്ക് നോക്കാം.